വെൽക്കം ടു ലിജി സ്റ്റേറ്റ്സ് ബസ് അമേരിക്കൻ ബ്ലോഗ്സ്. അപ്പോൾ ഞാനിങ്ങനെ ഇൻട്രോ ഒക്കെ പറഞ്ഞ് വീഡിയോ എടുത്തിട്ട് കുറേ അധികം നാളായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഒരു ചെറിയ ഗാർഡൻ ഉണ്ട്. ഗാർഡൻ എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നറിയില്ല, കുറച്ച് റോസസ് ഒക്കെ ഉള്ള ഒരു ചെറിയ ഗാർഡൻ തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വിൻ്ററും സമ്മറും അങ്ങനെ സീസണുകളൊക്കെ മാറി മാറി വരുന്നതുകൊണ്ട് എപ്പോഴും നടാൻ പറ്റുന്ന ഒരു ചെടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള റോസാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബൾബ്സൊക്കെ കുഴിച്ചിട്ടിട്ട് നടുന്ന ചെടികളുണ്ടല്ലോ, അതായത് ഗ്ലാഡിയോലസ് പോലെയുള്ള, അപ്പോൾ ആ ചെടിയുണ്ട്. അപ്പോൾ റോസസ് ആണ് ഇന്ന് ഞാൻ കുറച്ചധികം കാണിക്കുന്നത്. കുറേ വെറൈറ്റി ഒന്നുമില്ല, ഒരു 2-3 തരത്തിലുള്ള റോസസ് ഉണ്ട്. അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ കുറച്ച് പച്ചക്കറി അതൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള ചെറിയ വ്ളോഗ്സ്, അതുപോലെ തന്നെ കുക്കിംഗ്, അതൊക്കെയാണ് ഈ എൻ്റെ ചാനലിലൂടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള റോസുകൾ. ഞാൻ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ മാർക്കറ്റിൽ നമ്മൾ ഇപ്പോൾ 2-3-4 വർഷമായി ഇത് വാങ്ങിച്ചിട്ട്. ഈ ഒരു പിങ്ക് റോസ് ഇവിടെ വീട് വാങ്ങിച്ച സമയത്തുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം വിൻ്ററിൻ്റെ സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് സമ്മറായപ്പോൾ പൊടിച്ച് വന്ന് ആദ്യത്തെ സെറ്റ് പൂവുണ്ടായതാണ് ഈ കാണുന്നത്. ആ സമയത്ത് നമ്മൾ വിൻ്റർ അങ്ങ് തീർന്ന് സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ടത് പൂവുണ്ടാവും, മുട്ടുണ്ടാവും. നാട്ടിൽ ഞാൻ ഉള്ള സമയത്ത് ഇതുപോലെ വാങ്ങിച്ച് നട്ടിട്ട് അധികമൊന്നും അതിൽ പൂവ് മുട്ടുകളൊന്നും അധികം ഉണ്ടായിട്ടില്ല. ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇതുപോലെയൊന്നും ഉണ്ടാവാറില്ല. ഇവിടെ അത് അവർ എനിക്ക് തോന്നുന്നു ബഡൊക്കെ ചെയ്ത് പ്രത്യേക രീതിയിൽ എടുക്കുന്നതെന്ന് തോന്നുന്നു. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് റോസാണ്. ഇതിൻ്റെ ഒന്നും പേരുകളൊന്നും എനിക്കറിയില്ല, കാരണം ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. വാങ്ങിക്കുന്ന സമയത്ത് ഭംഗി കാണുമ്പോൾ ഞാൻ വാങ്ങിക്കും. അപ്പോൾ ഇതിന് നല്ല ഷെയ്ഡഡ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. ഈ വീഡിയോയിൽ അത് അത്ര വ്യക്തമായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല ഷെയ്ഡഡ് ആയിട്ടുള്ള റോസാണ്, നല്ല ലെയേഴ്സ് പോലെയാണ് ഈ റോസ് ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ സാധാരണ ഇവിടെ ഉണ്ടാകുന്ന എല്ലായിടത്തും ഉണ്ടാകുന്ന റോസിൻ്റെ ഒരു കമ്പ് മാറ്റി മുറിച്ച് നട്ടതാണ്. ഇത് ഇവിടെ ഈ ഫ്ലീ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാട്ടിലും തുടങ്ങിയിട്ടുണ്ടല്ലോ, ഈ നമ്മുടെ യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലം. അവിടെ നിന്ന് വാങ്ങിച്ചൊരു വൈറ്റ് റോസാണ്. അതിന് ഞാൻ ഓർക്കുന്നുണ്ട്, $15 അതിന്. ഈ റോസ് അധികം മുട്ടുകളില്ല. ഇതാണ് ഇവിടുത്തെ കോമൺ ആയിട്ട് ഇവിടെ എല്ലാ വീടുകളിലും കാണുന്ന റോസ്. നോക്കൗട്ട് അങ്ങനെ എന്തോ ആണ് ഇതിന് പറയുന്നത്. ഇതിവിടെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഇവിടുത്തെ മാർക്കറ്റ് ഇതുപോലെ പൂവൊക്കെ വാങ്ങിക്കുന്ന നഴ്സറികളിൽ പോയി കഴിഞ്ഞാൽ ഇത് കോമൺ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇത് അധികം കാണാറില്ല, കാരണം ഇത് ഞാനിവിടെ കോസ്കോ എന്ന് പറഞ്ഞ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇതിൽ ചെറിയ ലീഫുള്ള ഒരു റോസ് ഇപ്പോൾ ഞാൻ കാണിച്ചു, അതിൽ മൊട്ട് മാത്രമേ ഉള്ളൂ, അത് ഉണ്ടാവാറായിട്ടേ ഉള്ളൂ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് വഴിയെ കാണുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും റോസുകളാണ് എനിക്കിവിടെ ഫ്രണ്ട് യാർഡിലുള്ളത്. അധികം ഗാർഡൻ എന്ന് പറയാനില്ല. ഇതൊരു കമ്മ്യൂണിറ്റി സെറ്റപ്പിലായതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഗാർഡൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള പൂക്കളും ചെടികളൊക്കെ വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് കുറച്ചുകൂടെ വൃത്തിയാക്കാനുണ്ട്. അടുത്ത സമ്മറിൽ ഇതിൻ്റെ ഒരു സൈഡൊന്ന് കെട്ടി എഡ്ജൊന്ന് വൃത്തിയാക്കണമെന്ന് എനിക്കുണ്ട്. അതപ്പോൾ അടുത്ത സമ്മർ ആകുമ്പോഴേക്കും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യം വേറെ കുറച്ച് പണികൾ ആയതുകൊണ്ട് നമ്മളത് ചെയ്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് റോസ്. പിന്നെ ഇവിടെ ഗ്ലാഡിയോലസ് പൂവുണ്ട്. അതെൻ്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. നാട്ടിലുണ്ടായ സമയത്ത് ഈ ഫ്ലവർ ഷോപ്പുകളിലൊക്കെ പൂ നിൽക്കുന്ന കാണുമ്പോൾ അത് ഉണ്ടാകുന്ന കാണാം. ഞാൻ നാട്ടിൽ നട്ടിരുന്നു, പക്ഷേ ഇല മാത്രമേ ഉണ്ടായി, പൂവൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഫ്രണ്ട് യാർഡിലുള്ള റോസസ്. അപ്പോൾ ഇത് ഞാൻ പല പ്രാവശ്യമായിട്ട് എടുത്ത വിഷ്വൽസാണ്. ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്വൽസൊക്കെ ഒരു ദിവസം തന്നെ എടുത്താണ്. വേറെ കുറച്ച് വിഷ്വൽസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വേറെ സമയത്താണല്ലോ, എല്ലാം കൂടെ ഒന്നിച്ച് പൂത്ത് ഒരേ രീതിയിൽ വരണമെന്നില്ലല്ലോ. അപ്പോൾ വേറെ സമയത്ത് എടുത്തതും കൂടെ ഞാൻ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വേറൊരു റോസ്. ഇതിൽ ഒറ്റയടിക്ക് കുറേ പൂ ഉണ്ടാവില്ല, കൂടിപ്പോയാൽ 4-5 പൂക്കളെ ഉണ്ടാവുള്ളൂ. ഇത് ഭയങ്കര വലുപ്പമുള്ളതാണ്, നല്ല രസമാണ് കാണാൻ. പക്ഷേ ഇതത്ര ബുഷിയായിട്ടങ്ങ് ഉണ്ടാവാറില്ല. പിന്നെ ഇതൊരു കുറ്റി റോസ് പോലെ എന്ന് പറയാം. ഇതിൻ്റെ പൂക്കൾ വളരെ ചെറുതാണ്.
പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ചട്ടിയിലാണ് ആദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ചട്ടിയിലിരുന്ന പൂവായിരുന്നു. ഞാനിങ്ങനെ ഡോറിൻ്റെ സൈഡിലൊക്കെ വെക്കാനായിട്ടാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ ഇത് നന്നായിട്ട് ഉണ്ടാവുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഗാർഡനിലേക്ക് നട്ടേക്കാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് നട്ടു കൊടുത്തു. അപ്പോൾ ഇതാണ് ആ കുഞ്ഞ് ഇലയുള്ള റോസ് ഞാൻ പറഞ്ഞത്, പിങ്ക് റോസ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ റോസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പണ്ട് അമ്മയുടെ വീട്ടിൽ ഈ പൂ ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ ഈ പൂ തലയിച്ചൂടി നഴ്സറിയിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയുണ്ട് എനിക്ക് ആ ഒരു ചെറിയ പിങ്ക് റോസ് കാണുമ്പോൾ. പിന്നെ ഇതും ഇവിടുത്തെ കോമൺ റോസ് തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ചത്. പിന്നെ ഇപ്രാവശ്യത്തെ എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വൈൻ റോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് ഇയർ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് നട്ട് കഴിഞ്ഞതിന് ശേഷം അത് അധികമൊന്നും ഉണ്ടായില്ല. അത് പറയുന്നതിന് മുമ്പ് ഇതാണ് എൻ്റെ ഒരു യെല്ലോ റോസ്, കുഞ്ഞ് യെല്ലോ റോസ്. ഇതധികം ബുഷി ആവുന്നില്ല, ഇതുപോലെ തന്നെ കുഞ്ഞു ചെടിയായിട്ട് നിൽക്കുകയാണ്. പക്ഷേ അതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട്, നിലം പറ്റി നിൽക്കുന്ന പോലെയാണ്. ഇനി ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ ബാക്ക് യാർഡാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് റോസ്, ഇപ്പോഴത്തെ എൻ്റെ വൈൻ ക്ലൈമ്പിംഗ് റോസ്. ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ ഇത്രയൊന്നും വിചാരിച്ചില്ല, അതിൽ പൂക്കളെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും, വരുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇത് ആദ്യത്തെ സെറ്റ് പൂവാണ്, ഇത് നട്ടതിന് ശേഷമുള്ള. ഇതാണ് അതിലുണ്ടായി വന്ന പൂക്കൾ. ഇതിൻ്റെ ശരിക്കുള്ള നല്ലൊരു വീഡിയോ ഞാൻ ഷോർട്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ താമസിയാതെ തന്നെ ഇടുന്നതായിരിക്കും. പിന്നെ ഇതാണ് ഫ്രണ്ട് യാർഡിൽ നിന്നുള്ള വ്യൂ. എനിക്കിങ്ങനെ പൂക്കൾ നിറഞ്ഞ് കാണുന്ന ഭയങ്കര ഇഷ്ടമാണ്. അത് പൂക്കളായാലും എന്ത് ചെടികളായാലും ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ്. ഇൻഡോർ പ്ലാന്റ്സ് ഞാൻ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. വേറൊരു ചാനൽ കൂടെ കുഞ്ഞതായിട്ട് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഒരു സന്തോഷത്തിന്. അതിൽ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട് യാർഡിലെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഫ്രണ്ട് യാർഡിൽ വേറെ പൂക്കളുണ്ട്, അതിൻ്റെ വീഡിയോ താമസിയാതെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം.